നമസ്കാരം. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ സ്ത്രീകളിലെ ആർത്തവ ചക്രം അഥവാ മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ ഏതാനും പ്രാക്ടിക്കൽ പോയിൻറ്റ്സ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു പീരീഡ് തുടങ്ങി അതിൻ്റെ ഫസ്റ്റ് ഡേ മുതൽ അടുത്ത പീരീഡിൻ്റെ ഫസ്റ്റ് ഡേ വരെയുള്ള ടൈമാണല്ലോ ഈ മെൻസ്ട്രുവൽ സൈക്കിൾ. യൂഷ്വലി അതിപ്പോൾ ഈ മാസം 1-ാം തീയതി തുടങ്ങി അടുത്ത മാസം 1-ാം തീയതി വീണ്ടും വന്നാൽ അപ്പോൾ അതൊരു 30 ഡേ സൈക്കിളാണ്. യൂഷ്വലി മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ 24 മുതൽ 38 ഡേയ്സ് വരെ ആകാം. അതായത് സാധാരണ നമ്മളുടെ അമ്മമാർ അല്ലെങ്കിൽ സ്ത്രീകൾ നമ്മുടെ അടുത്ത് വരാറുള്ളത് പീരീഡിൻ്റെ ഇറഗുലാരിറ്റി, അതായത് ഈ മാസം തന്നെ 2 പ്രാവശ്യം പീരീഡ് വന്ന് ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. അതായത് ഇപ്പോൾ ഡിസംബറിലാണെങ്കിൽ തന്നെ ഡിസംബർ 3-ന് പീരീഡ്സ് തുടങ്ങി വീണ്ടും അടുത്ത സൈക്കിൾ ഡിസംബർ 28-ന് തുടങ്ങിയാൽ അത് ഒരു മാസം 2 പ്രാവശ്യം പീരീഡ് വന്നു. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ സൈക്കിളിൻ്റെ ലെങ്ത്ത് 3-ാം തീയതി മുതൽ 28 ആണെങ്കിൽ 25 ദിവസമാണ് ഏകദേശം സൈക്കിളിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഇത് നോർമലാണ്. അതുപോലെ തന്നെ ചിലരുടെ ഒരു ധാരണ ഒരു മാസം 30-ാം തീയതി വന്നാൽ അടുത്ത മാസവും 30-ാം തീയതി തന്നെ വരണം എന്നാണ്. അങ്ങനെയുമില്ല. അപ്പോൾ അടുത്ത മാസം അതായത് ഒരു 38 ദിവസം വരെയൊക്കെ അത് വൈകാം. അതിപ്പം ഡിസംബർ 1-ന് വന്ന് പിന്നെ ജാനുവരി 8-ന് വന്നാലും അത് ഓക്കെയാണ്. അപ്പോൾ ഇതാണ് സാധാരണ മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ ഡ്യൂറേഷനെ കുറിച്ച് കാണുന്ന സാധാരണയുള്ള ഒരു ആദ്യം ആങ്സൈറ്റിയും നമ്മൾ കാണുന്നത്. അടുത്തത് മെൻസ്ട്രുവൽ സൈക്കിൾ എത്ര ദിവസം നിൽക്കാം എന്ന് നോക്കാം. ഫ്ലോയുടെ ലെങ്ത്ത് സാധാരണ 2 മുതൽ 8 ദിവസം വരെ ആവാം. അത് 2 ദിവസത്തിൽ താഴെയാണെങ്കിൽ, അതായത് ഒരു ദിവസം മാത്രം ഒരു സ്പോട്ടിങ് പോലെയൊക്കെ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യും. അല്ല 8 ദിവസത്തിൽ കൂടുതലാണെങ്കിൽ നമ്മളത് പ്രൊലോങ് ബ്ലീഡിംഗ് ആയിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കേണ്ടി വരും. സാധാരണഗതിയിൽ ആളുകൾ നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്ന ഒരു കൺസേൺ ഇതാണ്. 2 ദിവസമേ ബ്ലീഡിംഗ് ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നവരും അനേകരാണ്. പിന്നെ സാധാരണ മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ ഫ്ലോ എത്രമാത്രം ബ്ലഡ് പോകാമെന്ന് നോക്കിയാൽ സാധാരണ അത് പറയുന്നത് 20 മുതൽ 20 to 80 ml, അതാണ് യൂഷ്വലി നോർമൽ. ഇത്രയും ബ്ലഡ് നമുക്ക് പോകാം ഒരു മെൻസ്ട്രുവൽ ഫ്ലോയിൽ. പക്ഷേ സാധാരണഗതിയിൽ പലപ്പോഴും പല പേഷ്യൻസും അവരുടെ ബ്ലീഡിങ് പാറ്റേൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് നോർമലാണെന്നാണ് പലപ്പോഴും വിചാരിക്കുക, ബ്ലീഡിങ് കൂടുതലാണെങ്കിൽ പോലും. സാധാരണ മെൻസ്ട്രുവൽ ബ്ലഡ് ക്ലോട്ടായിട്ട് പോവില്ല. ക്ലോട്ടായിട്ട് വന്നാൽ അതിൻ്റെ അർത്ഥം ബ്ലീഡിങ് ഹെവി ആണ് എന്നാണ് അർത്ഥം. പലപ്പോഴും പലരും ക്ഷീണവും മറ്റ് പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് ഫിസിഷ്യനെയൊക്കെ സമീപിക്കും. അവർ നോക്കുമ്പോൾ ബ്ലഡിൻ്റെ അളവ് കുറവ് കണ്ടിട്ട് പലപ്പോഴും മറ്റുള്ള ഇവാലുവേഷനൊക്കെ ചെയ്ത് നോക്കിയിട്ട് പ്രോബ്ലം ഒന്നുമില്ല എന്നുകൊണ്ട് ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വിടും. അപ്പോൾ പേഷ്യൻ്റ് പറയുന്നത് അവരുടെ ബ്ലീഡിങ് നോർമലാണെന്നാണ്. എന്നാൽ നമ്മൾ അവരുടെ എത്ര പാഡ് യൂസ് ചെയ്തു, ക്ലോട്ട് ഉണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണ് പലപ്പോഴും ഈ പ്രശ്നം അറിയുന്നത്. ഹീമോഗ്ലോബിൻ പലപ്പോഴും 7, 8 ഒക്കെ ആയിട്ട് പലരും വരാറുണ്ട്. ഇപ്പോൾ ഈ നമ്പർ ഓഫ് പാഡ്സ് യൂസ്ഡ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു മെൻസ്ട്രുവൽ കപ്പിൻ്റെ ആഗമനത്തോടെ എന്തുമാത്രം ബ്ലഡ് പോകുന്നുവെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. യൂഷ്വലി മെൻസ്ട്രുവൽ കപ്പ് പല അളവിലുണ്ട്, 15 മില്ലി, 20 മില്ലി അങ്ങനെ. അപ്പോൾ ഒരു ദിവസം തന്നെ പലപ്പോഴും 80 ml ഒക്കെ ഫ്ലോ ചിലർ പറയാറുണ്ട്. ടോട്ടൽ അത് ആദ്യത്തെ 5 ദിവസം കൊണ്ടുള്ള ഫ്ലോയാണ് ഒരു ദിവസം കൊണ്ട് തന്നെ ചിലർക്ക് 80 ml പോകാറുണ്ട്. അപ്പോൾ ഇത് അബ്നോർമലാണ്. അപ്പോൾ ഇങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ഈ ബ്ലീഡിങ് കൂടുതലാണെന്ന് മനസ്സിലാക്കുന്നത്. പിന്നെയുള്ള സാധാരണ ഒരു പ്രോബ്ലം മെൻസ്ട്രുവേഷൻ്റെ സമയത്തുള്ള പെയിനാണ്. ആദ്യത്തെ 2 ദിവസം യൂഷ്വലി പ്രത്യേകിച്ച് ഈ അഡോളസെൻ്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കൊക്കെ അവർക്ക് സിവിയറായിട്ടുള്ള പെയിൻ, അതിൻ്റെ കൂടെ വോമിറ്റിങ് അങ്ങനെയൊക്കെ പറഞ്ഞ് സാധാരണ അമ്മമാർ നമ്മളെ സമീപിക്കാറുണ്ട്. ആദ്യത്തെ 2 ദിവസമുള്ള പെയിൻ നമ്മൾ ഫിസിയോളജിക്കലാണെന്ന് പറയും. അത് നോർമലാണ്, ചില കെമിക്കൽസ് റിലീസ് ചെയ്യുന്നത് മൂലം. പക്ഷേ വീണ്ടും പീരീഡിൻ്റെ ത്രൂ ഔട്ട് പീരീഡ് പെയിൻ ഉണ്ടാകുകയാണ്. പീരീഡിന് മുമ്പ് തന്നെ പെയിനുണ്ട്, പീരീഡ് കഴിഞ്ഞിട്ടും ആ പെയിൻ മാറുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ ഏതാനും ചില പ്രാക്ടിക്കൽ പോയിൻറ്റ്സ് ഇന്ന് നമ്മൾ കണ്ടു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുമെങ്കിൽ പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡു നോട്ട് ഫോർഗെറ്റ് ടു കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത ഫ്രൈഡേ വീണ്ടും ഒരു പുതിയ സെഷനുമായി കാണാം.